ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വാർ കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് സിക്സ് റോൾ ആണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള സിക്സ് റോൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് ട്രേ, പാച്ച്മെന്റ് പേപ്പറും ബട്ടറും ഒക്കെ വെച്ചിട്ട് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും 1 TSP ബേക്കിംഗ് പൗഡറും 1/4 TSP സാൾട്ടും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 പ്രാവശ്യം സിഫ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. അല്ലാതെ ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം. ഇനി ഒരു 4 എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി അത് നല്ലോണം ബീറ്റ് ചെയ്ത് ഒരു 2/3 കപ്പ് ഷുഗർ ചേർത്തിട്ട്, പൗഡർ ഷുഗർ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പ്രിപ്പയർ ആക്കി വെച്ചിട്ടുള്ള പൗഡറെല്ലാം കൂടി കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മതി കേട്ടോ. എന്നിട്ട് പ്രിപ്പയർ ആയ കേക്ക് ടീനിൽ വെച്ചിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് മാറ്റാം. എന്നിട്ട് 10 to 12 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് പാച്ച്മെന്റ് പേപ്പർ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി പൗഡർ ഷുഗർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പാച്ച്മെന്റ് പേപ്പറിലേക്ക് ചൂടുവെള്ളം തന്നെ മാറ്റിയിട്ട് നമുക്കിത് ജെന്റ്ലി ആയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ചൂടാറുന്ന വരെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നുണ്ട്. 20 സ്ട്രോബെറിയും 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 2 TSP ലെമൺ ജ്യൂസും ചേർത്തിട്ട് ഒരു തിക്ക് ജാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. 200 ഗ്രാം ക്രീം ചീസിലേക്ക് 1 TSP വാനില എസൻസും 1/2 കപ്പ് പൗഡർ ഷുഗറും ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത ജാമും കൂടി ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് മിക്സ് ആക്കി മാറ്റി വെക്കാം. ഇനി 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് റോൾ ചെയ്ത് വെച്ച കേക്കില്ലേ, അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് നല്ലതുപോലെ ഈക്വൽ ആയിട്ട് എമൗണ്ട് സ്പ്രെഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നല്ല ജെന്റ്ലി ആയിട്ട് തന്നെ നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി റോൾ ചെയ്യുമ്പം പേപ്പർ അകത്തേക്ക് കയറ്റണ്ട, കേക്ക് മാത്രം റോൾ ചെയ്തെടുക്കാൻ ശ്രമിക്കണം. കേക്ക് ഇവിടെ ഇടയിൽ കുറച്ച് ഭാഗം പാച്ച്മെന്റ് പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൗഡർ ഷുഗറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ സ്പ്രെഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നല്ലോണം കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഈ 2 തറ്റവും കുറച്ച് ഷേപ്പിലാണ് ഉണ്ടാവും, അതൊന്ന് ചെറിയതായിട്ട് സ്ലൈസ് ചെയ്താൽ മതി. ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.